ചുട്ടുപൊള്ളുന്ന സൂര്യൻ 42 ഡിഗ്രിയാണ് ഇവിടുത്തെ ചൂട്. നമസ്കാരം. ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ ഭുജിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഭുജിന്റെ കാഴ്ചകളാണ് നിങ്ങൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ഭുജ് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. നിലവിലിപ്പോൾ ഇങ്ങനെയാണ് സ്റ്റേഷൻ. ഇവിടെ നവീകരണമൊക്കെ നടക്കുന്നുണ്ട്. പുതിയ റെയിൽവേ സ്റ്റേഷൻ ആ ഒരു കെട്ടിട ഭാഗങ്ങളൊക്കെ അവിടെയാണ്. അപ്പോൾ കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടിമുടി കിടിലൻ റെയിൽവേ സ്റ്റേഷനായി ഭുജ് മാറും. ഇവിടുന്ന് ടൗണിലേക്ക് ഒരു 2 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് ഓട്ടോ ഉണ്ട്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഷെയർ വണ്ടികളൊക്കെ കിട്ടും. അപ്പോൾ അതാക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ ഇവിടുത്തെ കാഴ്ച ഇങ്ങനെയാണ്. നല്ല പൊടിയാണ് ഈ ഭാഗത്തൊക്കെ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ വന്നിറങ്ങി നേരെ ഒരു 1 കിലോമീറ്റർ നടന്നു പോയിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. ഈ ഭാഗത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ടൗൺ ഭാഗത്തേക്ക് പോകുന്നതിന് മുന്നേ തന്നെ റെയിൽവേ സ്റ്റേഷനെ കുറച്ച് കാഴ്ചകൾ കാണാമെന്ന് കരുതി. അപ്പോൾ ഇവിടെയൊക്കെ വലിയൊരു ബിൽഡിങ് തന്നെയാണ് വരുന്നത്. ഇതുവഴിയാണ് ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത്. ഇവിടുന്ന് ഞങ്ങളൊരു ഓട്ടോക്കാരനോട് ചാർജ് ചോദിച്ചേ. അങ്ങേര് പറഞ്ഞത് 250 രൂപയാണ് 2 കിലോമീറ്റർ പോകാൻ വേണ്ടി പറഞ്ഞത്. ഞങ്ങൾ വേണ്ടാന്ന് ഒറ്റയടിക്ക് അവിടെ നിന്ന് വന്ന് തോന്നിയ പൈസയാണ് വാങ്ങിക്കുന്നത്. കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടാവുമോ നോക്കാം. അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷൻ നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് എന്തായാലും ആക്കുന്നില്ല. ഞങ്ങളിനി നേരെ പോകുന്നത് ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്കാണ്. അപ്പോൾ ഈ ഓട്ടോക്ക് 40 രൂപയെ ചാർജ് വന്നുള്ളൂ. ഇവിടെ മുതൽ തന്നെ ടൗണ് തുടങ്ങി. എല്ലാ ഭാഗത്തും വലിയ രീതിയിലുള്ള ഹമ്പുകളുണ്ട്. ഈ ഓട്ടോയിൽ മിനിമം ഒരു 8-10 ആൾക്കാർക്കെങ്കിലും പോവാം. കാരണം ഇതിൻ്റെ സീറ്റിങ്ങൊക്കെ അങ്ങനെയാണ്. കണ്ട ഇവിടെയൊക്കെ ഇരിക്കാം, പുറകിലും ഇരിക്കാം, അതായത് ഡിക്കീൻ്റെ ഭാഗത്തും ഇരിക്കാം. അങ്ങനെ ഇത് ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഭാഗത്ത് വലിയ വൃത്തിയൊന്നുമില്ല, നല്ല രീതിയിൽ പൊടിയാണ്. റോഡ് അത്ര ശരിയല്ല, നല്ല കുണ്ടും കുഴിയുള്ള റോഡ് തന്നെ എന്ന് പറയാം. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇവിടം വരെ നടക്കുവാണെങ്കിൽ ഒരു പരുവാവും. വണ്ടിയൊന്നും ഇല്ലാതെ വരാൻ പറ്റില്ല. ഇനിയുള്ള മാസങ്ങളിൽ ഇവിടുത്തെ ചൂട് ഉയരുന്നാണ് കാണിക്കുന്നത്. അതായത് 46 മുകളിലൊക്കെ എത്തുമായിരിക്കും. ഈ ഓട്ടോയിലാണ് വന്നത്. ഇവിടെയാണ് ഭുജ് ബസ് സ്പോട്ട്. ഇവിടെ കാണുന്നില്ലേ, ഇതിൻ്റെ അകത്തോട്ട് ഏതൊക്കെ ഭാഗത്തേക്ക് ബസ്സുകളൊക്കെ അവൈലബിൾ ആണെന്ന് നോക്കാം. ഇപ്പം ഇവിടുന്ന് ദിയുവിലേക്കൊരു വോൾവോ പോയതേ ഉള്ളൂ. അങ്ങത് പോകുന്നുണ്ട് അതിലൂടെ. ഡയറക്റ്റ് ദിയുവിലേക്കെല്ലാം ബസ് സർവീസ് ഉണ്ട്. ഒരു തിരക്ക് പിടിച്ച ഭാഗമാണിത്. ഒരു നഗരത്തിൻ്റെ മെയിൻ ഭാഗങ്ങളാണല്ലോ റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ ബസ് സ്റ്റേഷനൊക്കെ. ഗുജറാത്തിലെ ഒരു ബസ് സ്റ്റാൻഡാണേ. ഇവിടേക്ക് എന്താ വൃത്തി എന്നറിയോ. ബസ്സൊക്കെ ഉള്ള ഭാഗം അങ്ങ് അവിടെയാണ്. വെൽക്കം ടു ഭുജ് ബസ് പോർട്ട്. ഇവിടെ പല ഭാഗത്തേക്കുള്ള ബസ്സുകൾ നമുക്ക് കാണാം. ഇവിടെ ഒരു ബസ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിൽ എഴുതിയത് മാത്രം ചെറിയൊരു ധാരണയുണ്ട്, കച്ച് എന്നുള്ളത്. ഇത് പിന്നെ ഭുജ് എന്ന് എഴുതിയിട്ടുണ്ട് ഇതിൽ. ബാക്കി എന്താണെന്ന് അറിയില്ല, ഗുജറാത്തി അറിയില്ല. പിന്നെ ഇവിടെയൊക്കെ പല ഭാഗത്തേക്കുള്ള ബസ്സൊക്കെ കാണാം. ഇനി ഞങ്ങൾ ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ പോകുന്നത് പ്രാഗ് മഹലിലേക്കാണ്. ഇവിടുന്ന് ഒരു 800 മീറ്റർ ദൂരമുണ്ട്. ഗൂഗിൾ മാപ്പ് വെച്ച് നടക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ പശുക്കളെ നമുക്ക് കാണാം. അയ്യോ, ഇവർ തോന്നിയ രീതിയിൽ ഇറങ്ങി നടക്കും. ഇവർക്കിവിടെ നല്ല ഫ്രീഡാണല്ലോ.
നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടക്കില്ലല്ലോ. ചെറിയൊരു വഴിയുണ്ട്, അത്യാവശ്യം തിരക്കുള്ളൊരു വഴി തന്നെയാണ്. നമ്മൾ ഈ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഈ നടന്നിട്ട് പോകുമ്പോഴാണ് പല കാഴ്ചകളും കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഓട്ടോയിൽ തന്നെ പോവുകയാണെങ്കിൽ ഇന്ന് കൂട്ടിക്കോ, പെട്ടെന്ന് അവിടെ എത്തിയില്ലേ, അധികം വലിയ കാഴ്ചയൊന്നും കാണാൻ പറ്റില്ല. നടന്നു പോകുമ്പോൾ എല്ലാം നമുക്ക് കണ്ടുകൊണ്ട് പോവാം. പക്ഷേ ഈ വെയിലത്ത് അത്ര സിമ്പിളല്ല, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. വളരെ പഴയ കെട്ടിടങ്ങളാണ് നമുക്കിവിടെയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതൊരു മാർക്കറ്റാണ്. ഇനി ഇതുവഴിയാണ് നടന്നു പോകാനായിട്ടുള്ളത്. രണ്ട് ഭാഗങ്ങളിലുമായിട്ട് നമുക്ക് കടകളൊക്കെ കാണാം. ഈ വഴിയാണ് പോവേണ്ടത്. എല്ലാം ഇടുങ്ങിയ വഴി തന്നെ അല്ലേ? നടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ആകെ പേടിയില്ല. എന്താ അറിയോ, ഇതാ ഇവനൊക്കെയാണ് പട്ടിക്കുട്ടന്മാരെ, അല്ലെങ്കിൽ ബാക്കി ഒരു പ്രശ്നവുമില്ല. ഇതായി നമ്മൾ ഏകദേശം നടന്ന് അതിൻ്റെ അടുത്ത് എത്തി. ഇതുവഴി ഇപ്പം നടന്നു വന്ന് ഇപ്പം എത്തിയിരിക്കുന്നത് ഐന മഹൽ പാലസിൻ്റെ തൊട്ട് മുന്നിലാണ്. ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം രാവിലെ 9 മണി മുതൽ 11:40 വരെയാണ്. പിന്നെയുള്ളത് ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ 5:40 തോന്നുന്നു. പിന്നെ വ്യാഴാഴ്ച ഇത് ഓപ്പൺ അല്ല. ഇതിൻ്റെ അകത്ത് തന്നെയാണ് പ്രാഗ് മഹലും ഉള്ളത്. അപ്പോൾ ഇതാ ഇതുവഴി ഇപ്പം നമുക്ക് അകത്തോട്ട് കയറാം. ഇതാണ് പ്രാഗ് മഹൽ. ഇവിടെ തന്നെ കാണാം. അപ്പം അവിടത്തോട്ട് കയറി വരുന്ന ഈ ഭാഗത്ത് തന്നെയാണ് രണ്ടും. പ്രാഗ് മഹലിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ടിക്കറ്റ് ചാർജ് ഉണ്ട്. ഒരാൾക്ക് 70 രൂപയാണ്. പക്ഷെ നമുക്ക് അതിൻ്റെ അകത്തെ കാഴ്ചകൾ പകർത്താൻ സാധിക്കില്ല. വീഡിയോഗ്രാഫി അലൗഡ് അല്ല ഇതിൻ്റെ അകത്ത്. ഇവിടുന്ന് നേരെ ഈ കാണുന്ന ഭാഗത്താണ് ഐന മഹൽ. ഇതാ എനിക്കൊന്ന് ഇതൊക്കെ തകർന്നു പോയതാണെന്ന് തോന്നുന്നു, ഈ ഭാഗത്തെ ഒരു കെട്ടിടത്തിൻ്റെ ഇതൊക്കെ. 2001 ഗുജറാത്തിലുണ്ടായ ഭൂകമ്പത്തിൽ തകർന്ന കെട്ടിടത്തിൻ്റെ അവശേഷിപ്പാണ് നിങ്ങൾ ഈ തൊട്ടു മുന്നിലായി കാണുന്നത്. ഈ പ്രാഗ് മഹൽ എന്നത് 19-ാം നൂറ്റാണ്ടിലെ ഒരു കൊട്ടാരമാണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കൊട്ടാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം കാണാം, അതായത് ഒരു ക്ലോക്ക് ടവർ. ഇത് നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്നുള്ള ഇറ്റാലിയൻ മാർബിളും മണൽക്കല്ലുകളൊക്കെ കൊണ്ടാണ്. എന്താ പറയുക, ഭംഗിയോടെയുള്ളൊരു കൊട്ടാരം തന്നെയാണ് ഈ പ്രാഗ് മഹൽ. ഒരുപാട് ബോളിവുഡ് സിനിമകളും ഗുജറാത്തി സിനിമകളൊക്കെ ഇവിടുന്ന് ചിത്രീകരിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ബോളിവുഡ് സിനിമ എന്ന് പറഞ്ഞാൽ സൽമാൻ ഖാൻ്റെ, അതുപോലെ തന്നെ ആമിർ ഖാൻ്റെയും ഹം ദിൽ ദേ ചുക്കേ സനം എന്ന് പറഞ്ഞ സിനിമയും ലഗ എന്ന് പറഞ്ഞ സിനിമ രംഗങ്ങളൊക്കെ ഇവിടുന്ന് ചിത്രീകരിച്ചിട്ടുണ്ട്. പ്രാഗ് മഹൽ മാത്രമേ ഓപ്പൺ ഉള്ളൂ, ഐന മഹൽ ക്ലോസ് ആണ്. പിന്നെ ഇവിടുന്ന് നമുക്ക് ഈ ഡ്രസ്സ് റെൻറ്റിനെടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കാം. പഴയ ഒരുപാട് സ്ഥലങ്ങൾ ഈ ഭുജ് ഭാഗത്ത് കാണാനായിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഈ ഒരു പാലസിൻ്റെ ഇതിലൂടെ ഇതാ നടന്നിട്ട് അടുത്തൊരു ഭാഗത്തോട്ട് പോവുകയാണ്. 4:40 എന്നിട്ടും ഇവിടുത്തെ ആ ഒരു വെയിലില്ലേ, അതിലൊരു മാറ്റവും ഇല്ല. നേരത്തെ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ഉണ്ടായത് അതുപോലെ തന്നെയാണ്. ഭുജിലെ പ്രധാനപ്പെട്ട ലേക്കായ ഹാമിർസാർ ലേക്കിൻ്റെ തൊട്ട് മുന്നിൽ ഇതാ എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്ദേ മാതരം എന്നൊക്കെ എഴുതിയിട്ടുള്ള ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ലേക്കിൻ്റെ ഇവിടുന്ന് കാണുന്നൊരു കാഴ്ച ഇതാണേ. പക്ഷെ നമുക്ക് അങ്ങോട്ട് നല്ലൊരു വ്യൂ കിട്ടില്ല, കാരണം അവിടെയാണല്ലോ സൂര്യപ്രകാശം കറക്റ്റായിട്ട് ഉള്ളത്. നമുക്ക് ഈ ലേക്കിൻ്റെ ഇതുവഴിയൊക്കെ ഇങ്ങനെ നടന്നിട്ട് പോവാം. കുറച്ചും കൂടെ ഇരുട്ട് വരണം, അതായത് ഒരു 6 മണി കഴിയണം ഇവിടെ നിന്നുള്ള നല്ലൊരു കാഴ്ച കിട്ടാനല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇത് ഭുജിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനുഷ്യ നിർമ്മിതമായ തടാകമാണ്. അതിൻ്റെ ആ ഒരു ഭാഗത്തില്ലേ, അതുണ്ടല്ലോ ഒരു ദ്വീപ് പോലത്തെ ഒരു സ്ഥലമാണ്. ഗൂഗിൾ മാപ്പിൽ കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയുമോന്നൊന്നും അറിയില്ല, കാരണം ഒരു വഴി കാണുന്നുണ്ട്. അതിലൂടെയൊക്കെ ഇങ്ങനെ വഴി കാണുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളെന്തായാലും ഇത് ജസ്റ്റ് എന്താ ഈ പോകുന്ന വഴീൻ്റെ ഇവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ അടുത്ത പോകുന്ന സ്ഥലത്തേക്ക് വേറൊരു വഴിയാണ് പോകേണ്ടത്. അത് മെയിൻ റോഡ് വഴിയാണ് നടന്നിട്ട് പോകാനുള്ളത്. പക്ഷെ ഞങ്ങളത് അവോയ്ഡ് ചെയ്തു, അതിലൂടെ പോകുന്നില്ല എന്ന് കരുതി ഇതുപോലുള്ള ഇടവഴികളില്ലേ അതുവഴി തന്നെയാണ് നടന്നിട്ട് പോകുന്നത്. കാരണം അങ്ങനെ പോകുമ്പോഴാണ് പല വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഞങ്ങൾ കൂടുതലും ഇന്ത്യയിലെ പല നഗരങ്ങളിൽ പോയാലും ഇതുപോലുള്ള ഇടവഴികളിലൂടെയൊക്കെ നടക്കാറുണ്ട്. അതിപ്പം വെസ്റ്റ് ബംഗാളിൽ പോയാലും ശരിയാണ്, ബീഹാറിലേക്ക് പോയാലും ശരിയാണ്, എല്ലായിടത്തും പോയാലും നമുക്ക് ഇങ്ങനെ നടന്ന് പോയി കാഴ്ചകൾ കാണാനാണ് കൂടുതൽ താല്പര്യം. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 400 മീറ്ററും കൂടെ നമുക്ക് നടന്നിട്ട് പോകാനുണ്ട്.
മുമ്പിൽ കാണുന്ന ഒരു ചെറിയൊരു മന്ദിരമാണ്. ഇവിടെ ചെറിയൊരു കവാടമുണ്ട്, മഹാദേവ് ഗേറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു ഹാമിർസാർ തടാകമില്ലേ, അതിതാ ഇവിടുന്ന് കാണാം. നമ്മളപ്പം നേരത്തെ പോയത് അങ്ങതാ ആ ഒരു ഭാഗത്താണ്. പിന്നെ ഈ ഭാഗത്തൊക്കെ നമുക്ക് ഇറങ്ങാം, പക്ഷെ ഇറങ്ങാനുള്ള ചെറിയൊരു വഴി കാണുന്നുണ്ടല്ലോ ഇവിടെ. ഓ, അത് ക്ലോസ് ആണ്. അപ്പോൾ ലേക്കിൻ്റെ അടുത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങാൻ പറ്റിയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ ഇറങ്ങാമായിരുന്നു. അധികാരും ഇറങ്ങിയതായിട്ടും കാണുന്നില്ല. ഞാൻ പറഞ്ഞില്ല മനു, അതൊരു ദ്വീപ് പോലത്തെ ഒരു ഇതാണ്. അവിടെ ഒരു പാലം കണ്ട പോകുന്നത്, അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ നമുക്ക് ശ്രമിക്കാം. നോക്കാം, നമുക്ക് ഇനിയിപ്പോൾ ഇതിലൂടെ ഒരു റൗണ്ട് അടിച്ച് വരാൻ പറ്റുമോ നോക്കാം. യാത്രക്കുള്ള ഇതുവഴി നടക്കാൻ നല്ലൊരു ഭംഗിയാകാം, കാരണം നല്ല ലൈറ്റൊക്കെ ഇട്ട്. പ്രാഗ് മഹലും ഐനാമഹലൊക്കെ ഉള്ള ആ ഭാഗം അതാണ്. അതിൻ്റെ നല്ലൊരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം. നമ്മുടെ ഈ ലേക്കിനെ ഒന്ന് വട്ടം ചുറ്റി വന്നു. ഇതിലൂടെ പ്ലാസ്റ്റിക് ഒക്കെ ഇതാ അതിലോട്ട് പോയി വീഴാണ്. ഈ ഭാഗത്ത് വൃത്തി കുറച്ച് കുറവാണ്. പിന്നെ അവിടെ പല തരത്തിലുള്ള നിർമ്മിതികളുണ്ട് കേട്ടോ. ആ വരുന്ന വഴിക്ക് തന്നെ ഭുജിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ ലേക്കിൻ്റെ ഈ ഭാഗത്തേക്ക് പോകാനുള്ള ചെറിയൊരു വഴിയുണ്ട് ഇതാ. പക്ഷേ ഒരാളെ പോലും കാണുന്നില്ല എന്നാണ്. നല്ല കുറച്ചങ്ങ് ആൾക്കാർ വരണ്ടേ. വേറൊന്നുമല്ല, ഈ ചൂട് കാരണം തന്നെയാണ്. ഇവിടെയൊക്കെ ആരെങ്കിലും അങ്ങനെ വന്നിരിക്കുമോ? പക്ഷെ ഈ കാടുകൾ കാരണം, അതായത് ഇത് മുളയല്ല, ഇത് കാരണം നമുക്ക് ലേക്കിൻ്റെ ഒരു വ്യൂ കിട്ടുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. ഭുജിനെ കുറിച്ചും അതുപോലെ തന്നെ കച്ചിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ കച്ച് ജില്ലയുടെ ആസ്ഥാനം വരുന്നത് ഭുജാണ്. ഈ ഭുജിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇപ്പം നമ്മൾ കണ്ടല്ലോ കൊട്ടാരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ഭൂകമ്പങ്ങളുടെ അവശേഷിപ്പുകളൊക്കെ ഒരുപാടുണ്ടെങ്കിലും നമുക്ക് കച്ച് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന എന്താണ്, റൺ ഓഫ് കച്ചാണ്. അതായത് പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് റൺ ഓഫ് കച്ച്. ഇവിടുന്ന് 10-85-100 കിലോമീറ്ററോളം നമുക്ക് ദൂരമുണ്ട് ഈ പറഞ്ഞ റൺ ഓഫ് കച്ചിലേക്ക്. ഞങ്ങൾ ഇവിടെ എത്തിയതിന് ശേഷം എന്താ പറയുക, ബസ് ഉണ്ടോ എന്ന് നോക്കി. നമ്മുടെ ഭുജ് ആ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ ബസ് ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇവിടുന്ന് ഇപ്പോൾ ഇല്ല. കാരണം എന്താ, ഇത് സീസൺ അല്ല, ഓഫ് സീസണാണ്. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒരു ഏപ്രിൽ മാസമാണ്. ചുട്ട് പൊള്ളുന്ന വെയിലാണ് ഈ ഒരു സമയത്തുള്ളത്. അപ്പോൾ നമുക്ക് പുറത്തൊക്കെ ഉച്ചയ്ക്ക് ഇറങ്ങി നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, റെൻറ്റ് വണ്ടികൾ ഒരുപാട് അവൈലബിൾ ആണ് ഈ പറഞ്ഞ ഭുജ് ഭാഗത്തൊക്കെ. ഞങ്ങൾ റെൻറ്റ് വണ്ടി കിട്ടുമെന്ന് നോക്കി. പക്ഷേ റെൻറ്റ് വണ്ടി എടുത്തിട്ട്, അതായത് സ്കൂട്ടറോ ബൈക്ക് എടുത്തിട്ട് റൺ ഓഫ് കച്ചിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ശരിക്കും ഒരു മണ്ടത്തരായിരിക്കും. പിന്നെ അതുപോലെ തന്നെ റൺ ഓഫ് കച്ചിലത്തെ കാര്യം പറയുവാണെങ്കിൽ വൈറ്റ് ഡെസേർട്ട്, അതായത് വെള്ള മരുഭൂമിയൊക്കെ ഉണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് ദോർഡോ എന്ന് പറഞ്ഞ സ്ഥലമാണ്. 85 കിലോമീറ്ററാണ് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളത്. അതുപോലെ തന്നെ ദൊലാവിറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് റൺ ഓഫ് കച്ചിലത്തെ. 130 കിലോമീറ്റർ നമുക്ക് പോകാനുണ്ട്. നല്ല എന്താ പറയുക, അടിപൊളി ഡ്രൈവ് ചെയ്യാൻ പറ്റിയൊരു നല്ല സ്ഥലമൊക്കെ തന്നെയാണ്. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല, ഞങ്ങൾക്ക് പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ റൺ ഓഫ് കച്ച് എന്ന് പറയുന്നത് ലോകത്തിലത്തെ ഏറ്റവും വലിയ ഉപ്പ് മരുഭൂമികളിൽ ഒന്നാണ്. അതായത് താറ് മരുഭൂമിയിലെ ഉപ്പ് ചതുപ്പാണ് ഗ്രേറ്റ് റൺ ഓഫ് കച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ല, ആ ഒരു ഭാഗത്തിൻ്റെ ഈ ഒരു ഭാഗത്താണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന ഈ ഒരു കച്ചില്ലേ, കച്ച് ജില്ല, അതിന് വേറൊരു സവിശേഷത കൂടിയുണ്ട്. ഗുജറാത്തിലത്തെ ഏറ്റവും വലിയ ജില്ലയാണ് കച്ച് ജില്ല. ഗുജറാത്തിലത്തെ മാത്രമല്ല, ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ജില്ലയായിട്ടും പറയുന്നുണ്ട്. അത് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെയാണ് കച്ച് മ്യൂസിയം വരുന്നത്. ഇതിൻ്റെ അകത്തേക്ക് ഞങ്ങൾ കയറുന്നുണ്ട്, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല ഇതിൻ്റെ അകത്ത്. പിന്നെ ഇവിടെ ഈ റോട്ടിൻ്റെ ഈ ഭാഗത്ത് തന്നെ ഈ പശുക്കളൊക്കെ ഇതാ. അപ്പോൾ കച്ച് മ്യൂസിയം ഇവിടെയാണ്. ഇവിടെ നിന്നിട്ട് ശേഷം നമ്മൾ മ്യൂസിയത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഒരു ക്ഷേത്ര ഭാഗത്തേക്ക് പോവുകയാണ്. അത് ഇവിടുന്ന് ഒരു 500 മീറ്ററേ ഉള്ളൂ. എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. നേരത്തെ ആ കണ്ട ലേക്കില്ലേ, അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കച്ച് മ്യൂസിയം വരുന്നത്. മ്യൂസിയത്തിൻ്റെ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടിന് നേരെ പോകുന്നത് ഭുജിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായ സ്വാമിനാരായണൻ ക്ഷേത്രത്തിലേക്കാണ്. ഇവിടുന്ന് നേരത്തെ പറഞ്ഞല്ലോ ഒരു 500 മീറ്ററേ ഉള്ളൂ. ശ്രീ സ്വാമിനാരായൺ മന്ദിർ. അപ്പോൾ ഇതാ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട് ഇവിടെ. ഇതിലൂടെയാണ് അകത്തേക്ക് കയറുക. ഇതുവഴിയാണ് ഇപ്പോൾ അകത്തേക്ക് കയറിയത്. ഇവിടെ ചെറിയൊരു കവാടമുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഈ ഭാഗത്താണ് ക്ഷേത്രം.
ഇവിടെ കാളേൻ്റെയും പശുവിൻ്റെയൊക്കെ പ്രതിമകളൊക്കെ നമുക്ക് കാണാം. ഭുജിലെ ഏറ്റവും മനോഹരമായ ക്ഷേത്രമാണ് ശ്രീ സ്വാമിനാരായൺ മന്ദിർ. ഇവിടെയൊക്കെ മുന്നിലായി തൂണുകൾ കാണുന്നില്ലേ? ഇവിടെ ആകെ 258 തൂണുകളാണുള്ളത്. പിന്നെ ഇവിടെ മാർബിളില്ലേ, ശുദ്ധമായ ഉയർന്ന നിലവാരത്തിലുള്ള മാർബിൾ കൊണ്ടാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. നല്ലൊരു വാസ്തുവിദ്യയിൽ തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി. നമുക്ക് ക്യാമറ വീഡിയോഗ്രാഫിയൊക്കെ അലൗഡ് ആയിട്ടുള്ളത് ഇവിടെ വരെയാണ്. ഇതിൻ്റെ അകത്തേക്ക് നമുക്കിനിപ്പോൾ ദർശനത്തിനായിട്ട് പോകാം. നിങ്ങൾ ഭുജിൽ വരുവാണെങ്കിൽ പ്രധാനമായും ഇത്ര സ്ഥലങ്ങൾ തീർച്ചയായിട്ടും കാണണം. അതിൻ്റെ കാണേണ്ട ഓരോ സ്ഥലങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പണിംഗ് ടൈമും ക്ലോസിംഗ് ടൈമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ലാസ്റ്റാണ് കച്ച് മ്യൂസിയത്തിൻ്റെ വരുന്നത്. ഈ കച്ച് മ്യൂസിയം രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും പിന്നെ 2:30 മുതൽ 5:30 വരെയാണ്. പിന്നെ ഇത് ബുധനാഴ്ച ക്ലോസ് ആണ്. പലതും ഓരോരോ ദിവസങ്ങളിലായിട്ട് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സമയം 5:50 അതായത് നമ്മുടെ നാട്ടിലത്തെ ഒരു 3 മണിയായ ഒരു ഫീലാണ്. ഇതുവരെയും ആ സൂര്യൻ്റെ ശക്തി കുറഞ്ഞിട്ടില്ല. നല്ല വെയിലുണ്ട് അത്രേ. ഇവിടെ സൺസെറ്റ് 7 മണിക്കാണ്. 7:05 ഇപ്പോൾ കാണിക്കുന്നത്. ഇനി ഞങ്ങൾ നേരെ ഒരു ഹോട്ടലിലോട്ട് പോവാണ്. രാത്രിക്കുള്ള ഭക്ഷണമൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകാൻ തന്നെ കരുതി. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും കഴിക്കുന്നില്ല. നല്ലൊരു സ്റ്റാൻഡേർഡ് ഹോട്ടൽ നോക്കിയിട്ട് കയറാമെന്ന് കരുതി. ഞങ്ങളിപ്പോൾ ഗൂഗിൾ മാപ്പിലൊരു ഹോട്ടൽ വെച്ചിട്ടുണ്ട്. എത്ര കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ഇവിടുന്ന്? നമ്മുടെ കച്ച് മ്യൂസിയം ഇല്ലേ, 1 കിലോമീറ്റർ. പിന്നെ നേരെ നടന്നിട്ട് പോയിട്ട് അവിടുന്ന് വാങ്ങിച്ചിട്ട് സ്റ്റേഷനിലോട്ട് ഒരു ഓട്ടോ ആക്കിയിട്ട് പോകാമെന്ന് കരുതി. പിന്നെ ഇവിടെയൊക്കെ ഡ്രസ്സുകളൊക്കെയാണ്. നമ്മൾ രണ്ടുപേരും ഇവിടെ കാണുന്നില്ലേ? കുറഞ്ഞ പൈസക്ക് നമുക്ക് ഇവിടുന്ന് ഡ്രസ്സുകളൊക്കെ കിട്ടും. ഇത് കൂടുതലും ഇവിടെ സ്ത്രീകൾക്കുള്ളതാണ്. നമ്മൾ ഇത്രയും വെയിലത്ത് നടന്നു വന്നതല്ലേ, ദാഹിച്ചൊരു വിധമായി. നവി വെള്ളം കുടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 ഐസ്ക്രീം കൂടി ഇവിടുന്ന് വാങ്ങിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യാനല്ലേ, തണുത്ത് തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചുകൊണ്ടാണ് വാങ്ങിയത്. കാരണം നല്ല രീതിയിൽ ചൂടത്തല്ല നടന്നത്. ടയേർഡായി അല്ലേ? ചൂട് സഹിക്കാൻ പറ്റില്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. സമയം 6:15. നമ്മളിപ്പോൾ ഇന്ത്യൻ്റെ പടിഞ്ഞാറേ ഭാഗമാണല്ലോ. ഇപ്പോൾ കിഴക്ക് ഭാഗത്താണെങ്കിൽ 4:30 ആകുമ്പം തന്നെ ഇരുട്ട് വരും. എന്താല്ലേ, വ്യത്യസ്തമല്ലേ ഓരോ ഭാഗവും ഇന്ത്യയുടെ. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു ഹോട്ടലിൻ്റെ ഭാഗത്തേക്ക് ഏകദേശം എത്താനായി. ഹോട്ടൽ സങ്കല്പ് എന്നാണ് അതിൻ്റെ പേര്. ദ ടേസ്റ്റ് ഓഫ് സൗത്ത് എന്നില്ലേ, ഇവിടെ തന്നെയാണ്. ഭുജിലൊരു ഫോർട്ട് ഉണ്ട്, അതാണെന്ന് തോന്നുന്നു അങ്ങ് ആ തൊട്ട് മുന്നിലായി കാണുന്നത്. ഇപ്പോൾ 6:30 നമ്മൾ ഭക്ഷണമൊക്കെ വാങ്ങിച്ച് ഇനിയിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. ഇവിടെ തൊട്ട് മുന്നിൽ തന്നെ ഒരു പശു. ഇവിടുന്ന് ഇനിയിപ്പോൾ 800 മീറ്ററേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ വണ്ടി ആക്കുന്നില്ല, നടന്നിട്ട് തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. ഈ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോണ്ടല്ലോ, ആ ഹോട്ടലിൽ കത്തി റേറ്റാണ് എല്ലാത്തിനും. നമ്മൾ വെജ് പുലാവാണ് വാങ്ങിച്ചത്, ഒട്ടും തന്നെ ഇല്ലയെന്ന് പറയാലോ നവി. 300 രൂപയും ചെയ്തു. ഭയങ്കര പൈസയാണ്, നല്ല കോസ്റ്റ്ലിയാണ് ഫുഡിനൊക്കെ, ക്വാണ്ടിറ്റിയും കുറവാണ്. ഇവിടെ ഓട്ടോയിലൊക്കെ ഇരുന്നിട്ട് പോകുന്നുണ്ടതാ പുറകിലൊക്കെയാണ്. നമ്മൾ നേരത്തെ വന്ന വഴിയല്ല ഇത്. ഇവിടെ ഒരു കൂട്ടം പശുക്കളെത്ര നമുക്ക് കാണാം. ഇനി ഈ ഭാഗത്തെല്ലാം കാണുന്ന വീടുകളാണേ. റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായി. നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ സ്റ്റേഷൻ കാണാം. ഒരു വൃത്തിയില്ലാത്തൊരു ഏരിയ ആണിത്. വല്ലാത്തൊരു സ്മെല്ല്, മുഴുവനും പൊടി. ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ വീടുകളെന്നെല്ലാം പറഞ്ഞത് കൂടുതലും ഷീറ്റാണ്. ഷീറ്റും തുണിയും മാത്രമാണ്. പിന്നെ ഇവരുടെ ഭക്ഷണമില്ലേ, നമ്മളെ രീതിയിലുള്ള ഭക്ഷണമില്ല. ഇവർക്ക് ചെറുത് ലഘുവായിട്ട് മതി. അതായത് രാവിലെ ആയാലും സമൂസൊക്കെ കഴിച്ചിട്ടാണ് ഇവരിങ്ങനെ പോകുന്നത് തന്നെ. തീർച്ചയായിട്ടും 6:50, അതായത് 7 മണിയാവാനായേ. സൂര്യാസ്തമയം ഏകദേശം ആകാനായി. ഞങ്ങളിനിപ്പോൾ റെയിൽവേൻ്റെ റിട്ടയർ റൂമിലോട്ടാണ് പോകുന്നത്. ഞങ്ങൾ ഭുജ് റെയിൽവേ സ്റ്റേഷനിലാണ് റൂം എടുത്തിട്ടുള്ളത്. ഇവിടുത്തെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് റൂമൊക്കെ ഉള്ളത്. ഇനിയിപ്പോൾ നേരെ നമുക്ക് റൂമിലോട്ട് പോവാം. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാകെ ഈ ഒരു കട മാത്രമേ ഉള്ളൂ. ചെറിയൊരു ഷോപ്പാണേ.
ഇവിടെ ബാന്ദ്രയിലേക്ക് പോകുന്നൊരു എക്സ്പ്രസ് ഉണ്ട്. ഇത് കച്ച് എക്സ്പ്രസ് ആണ്. ഇവിടെയാണ് റിട്ടയറിംഗ് റൂം വരുന്നത്. അപ്പോൾ അകത്തോട്ട് കയറാം. ഭുജിൽ ഞങ്ങളെടുത്ത റെയിൽവേൻ്റെ റിട്ടയറിംഗ് റൂം ഇതാണ്. ഇവിടെയാണ് ബെഡൊക്കെ വരുന്നത്. നല്ല അടിപൊളി ബെഡാണ്. അതുപോലെ തന്നെ റിട്ടയർ റൂമിൽ ഇവിടെ TV ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ലൊരു മിറർ ഉണ്ട്. പിന്നെ ഈ റൂമിൽ എല്ലായിടത്തും ചാർജിങ് പോയിന്റുകൾ അവൈലബിൾ ആണ്. ഏത് ഭാഗത്ത് നോക്കിയാലും അത് തന്നെയാണ്. പിന്നെ ഇതാ ഇവിടെ കൂളർ അവൈലബിൾ ആണ്. 2 നല്ല ശക്തിയിൽ കറങ്ങുന്ന ഫാൻ തന്നെയാണ്. പിന്നെ ഇവിടെ ചെറിയ സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും ചാർജിങ് പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ടോയ്ലറ്റും ബാത്റൂമും ഒന്ന് കാണണ്ടേ. ഇതാണ് ടോയ്ലറ്റ്. ഹീറ്റർ സംവിധാനം അവൈലബിൾ ആണ്. കുഴപ്പമില്ലാത്ത നല്ല വൃത്തിയുള്ള ഒരു ബാത്റൂമും ടോയ്ലറ്റും തന്നെയാണ്. ഇവിടെയാണ് ആ ഒരു ചെറിയൊരു വാഷ് ഏരിയ ഒക്കെ ഉള്ളത്. അപ്പോൾ റൂം ഇത്രയാണ്. നല്ല സൗകര്യമുള്ള ചെറിയ റൂമാണെങ്കിലും നല്ല സൗകര്യമുണ്ട്. ഇതിൻ്റെ ചാർജൊക്കെ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ പറയാം. അതിന് പുറമെ തന്നെ നമ്മൾ നേരത്തെ ആ ഒരു ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച ഫുഡില്ലേ, വെജ് പുലാവ്, ഇതിനാണ് 300 രൂപയായത്. ഒരാൾക്ക് കഴിക്കേണ്ട ഭക്ഷണമാണ് ഇതുള്ളത്. ക്വാണ്ടിറ്റി വളരെയധികം കുറവാണ്. ഞങ്ങളൊരു ഫുഡും കൂടെ സൊമാറ്റോ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിനിപ്പോൾ പെട്ടെന്ന് പുറത്ത് പോയിട്ട് വാങ്ങിച്ചിട്ട് വരാം. ഓൺലൈൻ വഴി നമ്മൾ വാങ്ങിച്ച ഭക്ഷണം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഡയറക്റ്റ് നമ്മുടെ കയ്യിൽ തന്നെ കൊണ്ടുവന്ന് തന്നു. ഭക്ഷണമൊക്കെ വാങ്ങി. പുള്ളി ആദ്യം ഭക്ഷണം കൊണ്ടുവരുമ്പോൾ ഇത് സൊമാറ്റോ ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ എന്നെ കോൾ ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ഒരുപാട് സംസാരിച്ചു പുള്ളി. പിന്നെ നമ്മളോട് ചോദിച്ചു, ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ പറഞ്ഞു യൂട്യൂബറാണോ ചോദിച്ചു. ഇപ്പോൾ ഇവിടെ നിന്നാണോ ചോദിച്ചു. കേരള എന്ന് പറഞ്ഞപ്പോൾ കേരള കാണുമ്പോൾ പെട്ടെന്ന് പിന്നെ അവർക്ക് ഒരു ഇത് തോന്നി. അടിപൊളി, ഇവിടെ ട്രാവൽ ചെയ്യാൻ വന്നതാണ് ഇങ്ങനെയാണ് കുറേ സംസാരിച്ചു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി റൂമിൻ്റെ കാര്യം പറയാം. ഞങ്ങളിവിടെ 24 മണിക്കൂർ ടൈം സ്ലോട്ടിലാണ് ഈ റൂം ബുക്ക് ചെയ്തത്. അതായത് രാവിലെ 8 മണി നമ്മൾ റിട്ടയർ റൂം ബുക്ക് ചെയ്യുന്ന സമയത്ത് PNR വെച്ച് ബുക്ക് ചെയ്യുന്ന സമയത്ത് രാവിലെ 8 to പിറ്റേ ദിവസം രാവിലെ 8 മണി വരെയാണ് നമുക്ക് ഭുജ് റെയിൽവേ സ്റ്റേഷനത്തെ റിട്ടയർ റൂം കിട്ടിയിട്ടുള്ളത്. ഇവിടുത്തെ പൈസ, അതായത് ചാർജ് കേട്ടാൽ നിങ്ങൾ പോലും ഞെട്ടിപ്പോവും. അതായത് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് 285 രൂപക്കാണ് ഇവിടെ റിട്ടയർ റൂം ഒരു ദിവസം കിട്ടിയത്. ഇന്ന് ചിന്തിച്ചു നോക്കിയേ, ലാഭമാണ്, നല്ല ലാഭമാണ്. പല റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെ ചിലപ്പോൾ ലാഭം കിട്ടണമെന്നില്ല. കാരണം ചില സമയത്ത് നല്ല പൈസ ആയിരിക്കാം, നല്ല അതിനൊത്ത റൂം കിട്ടണമെന്നില്ല. 285 രൂപയ്ക്ക് ഈ ഒരു അടിപൊളി റൂം നമ്മൾ പോലും എക്സ്പെക്ട് ചെയ്തതല്ല. ഇവിടെ പുറത്ത് ഒരുപാട് റൂമുകളൊക്കെ ഉണ്ട്, ഹോട്ടലുകളൊക്കെ ഉണ്ട്. പക്ഷെ നല്ല പൈസയാണ് കണ്ടത്. അവിടെ ചെക്കിൻ രാവിലെ 11 to ആണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ രാവിലെ ഇറങ്ങിയ സമയത്ത് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെക്ക് ഇൻ ചെയ്യാൻ കഴിഞ്ഞു. അടിപൊളി റൂം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഭുജിനെ കുറിച്ച് പറയാനുള്ള വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ ഭുജാണ് നമ്മുടെ അവസാന റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇവിടുന്ന് നലിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് റെയിൽവേ ട്രാക്ക് പോകുന്ന കാണുന്നുണ്ടെങ്കിൽ ട്രെയിൻ ഒന്നും തന്നെ പോകുന്നില്ല. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്ത് അവസാന റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ നലിയ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് കാണുന്നത്. പക്ഷെ അങ്ങോട്ട് വണ്ടിയില്ല. വണ്ടി ഇവിടെ ഭുജ് വരെ മാത്രമേ പോകുന്നുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ നമ്മുടെ പടിഞ്ഞാറ ഭാഗത്ത് ഭുജ് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ആ ഗുജറാത്തിന്റെ ആ ഒരു ഭൂമിശാസ്ത്രപരമായി നോക്കുവാണെങ്കിൽ ഓക്കേനും പറയാം. ഞങ്ങൾ ഓക്കെ പോയതാണ്. ഈ യാത്രയിൽ വീണ്ടും ഓക്കേയിൽ പോകുന്നുണ്ട്. ഇപ്പൊ എന്താ പറയാ, ഈ ഒരു ഭുജിന്റെ കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെടുന്നവരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു കാര്യം എന്തായാലും പറയണം. അടുത്ത ദിവസം ഇവിടുന്ന് ഒരു കിടലൻ ട്രെയിനാണ് യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ ഇതുവരെ ആ ട്രെയിനിൽ കയറിയിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വിശ്വസിക്കുന്നു. ഒരു ഇന്ത്യ തരാം രാവിലെ ഇവിടുന്ന് പുറപ്പെടുന്ന വണ്ടിയാണ്. അത്രമാത്രം മതി. അപ്പൊ എന്താ പറയാ, ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റു വീഡിയോ മെമ്മറീസ് ബൈ.